നമസ്കാരം. ഭാരതീയ തത്വചിന്തയുടെയും പ്രായോഗിക ബുദ്ധിയുടെയും ആചാര്യൻ, കൗടില്യൻ എന്നറിയപ്പെടുന്ന മഹാനായ ചാണക്യൻ. 2000 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിവച്ച വരികൾ ഇന്നും ലോകത്തെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മനുഷ്യപ്രകൃതം അന്നും ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ്. ജീവിതം ഒരു യുദ്ധക്കളമാണെന്നും അതിൽ ഓരോ വ്യക്തിയും ഓരോ പോരാളിയാണെന്നും ചാണക്യൻ വിശ്വസിച്ചു. ആ യുദ്ധത്തിൽ നമ്മെ തളർത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിലെ വിള്ളലുകളാണ്. കുടുംബത്തിന്റെ ഐശ്വര്യവും തകർച്ചയും സ്ത്രീയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ഒരു ഉത്തമ സ്ത്രീ വീടിനെ സ്വർഗമാക്കുമ്പോൾ ധർമ്മച്യുതിയുള്ള ഒരു സ്ത്രീ ആ കുലത്തെ തന്നെ നശിപ്പിക്കുന്നു. അന്യപുരുഷന്മാരിൽ രഹസ്യ താൽപ്പര്യമുള്ള അല്ലെങ്കിൽ വഴിപിഴച്ച ചിന്തകളുള്ള സ്ത്രീകളെ എങ്ങനെ തിരിച്ചറിയാം? അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളെന്തൊക്കെയാണ്? ചാണക്യനീതിയുടെയും അർത്ഥശാസ്ത്രത്തിന്റെയും വെളിച്ചത്തിൽ അത്തരം സ്ത്രീകളുടെ 9 ലക്ഷണങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നാം ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇത് കേവലം നിരീക്ഷണങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ വിപത്തുകളിൽ നിന്നുള്ള മുൻകരുതലുകളാണ്. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അനുഋതം സാഹസം മായ, മൂർഖത്വമതിലുബ്ധത, അശൗചത്വം നിർദ്ദയത്വം, സ്ത്രീണാം ദോഷ സ്വഭാവജാഹ. അതായത്, കള്ളം പറയുക, സാഹസികമായി പ്രവർത്തിക്കുക, വഞ്ചന കാട്ടുക, വിവേകമില്ലായ്മ, അമിതമായ അത്യാഗ്രഹം, അശുദ്ധി, ദയയില്ലായ്മ എന്നിവ സ്ത്രീകളിൽ പൊതുവായി കാണപ്പെടുന്ന ദോഷങ്ങളാണെന്ന് ചാണക്യൻ പറയുന്നു. ഇതെല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല, മറിച്ച് വഴിപിഴച്ച സ്വഭാവമുള്ളവരെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇനി ആ 9 ലക്ഷണങ്ങളിലേക്ക് കടക്കാം. 1. അനാവശ്യമായ രഹസ്യങ്ങൾ, എക്സ്ട്രീം സീക്രസി. തന്റെ പങ്കാളിയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നതാണ് ആദ്യത്തെ ലക്ഷണം. ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസത്തിൽ വിള്ളൽ വീഴുമ്പോൾ രഹസ്യങ്ങൾ ജന്മമെടുക്കുന്നു. അന്യപുരുഷന്മാരിൽ രഹസ്യ താൽപ്പര്യമുള്ള സ്ത്രീകൾ തന്റെ ദൈനംദിന കാര്യങ്ങൾ പങ്കാളിയോട് പറയാൻ മടിക്കും. അവളുടെ സൗഹൃദങ്ങളെക്കുറിച്ചോ യാത്രകളെക്കുറിച്ചോ ചോദിച്ചാൽ അവൾ കൃത്യമായ മറുപടി നൽകില്ല. ഇത്തരം രഹസ്യ സ്വഭാവം വളരുന്നത് പങ്കാളിയിലുള്ള താൽപ്പര്യം കുറയുന്നതുകൊണ്ടാണ്. ചാണക്യൻ പറയുന്നു, ഒരു സ്ത്രീ തന്റെ ഹൃദയത്തിൽ മറ്റൊരു പുരുഷനെ പ്രതിഷ്ഠിച്ചാൽ അവൾക്ക് സ്വന്തം ഭർത്താവ് ഒരു അപരിചിതനെപ്പോലെയാകും. ഈ മാറ്റം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ തിരിച്ചറിയാൻ സാധിക്കും. ആചാര്യ ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഹൃദി പ്രീതിർ മുഖേ ചൈവ കർമ്മണി ക്രൂരതാ തഥാ. അതായത്, ഹൃദയത്തിൽ ഒളിച്ചുവെച്ച താൽപ്പര്യവും മുഖത്ത് കാണിക്കുന്ന സ്നേഹവും പ്രവൃത്തിയിൽ കാണിക്കുന്ന ക്രൂരതയും വഞ്ചനയുടെ ലക്ഷണമാണ്. 2. ലക്ഷണം, ബഹുമാനക്കുറവ്, ലാക്ക് ഓഫ് റെസ്പെക്ട്. സ്വന്തം ഭർത്താവിനേക്കാൾ അന്യപുരുഷന്റെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്നത് അപകടസൂചനയാണ്. വീട്ടിനുള്ളിലെ പുരുഷന്റെ മഹത്വത്തേക്കാൾ പുറത്തുള്ളവരുടെ പ്രശംസയെ അവൾ കൊതിക്കുന്നു. പങ്കാളിയുടെ ചെറിയ തെറ്റുകളെപ്പോലും വലിയ കുറ്റങ്ങളായി കാണുകയും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നു. സ്നേഹം കുറയുമ്പോൾ സ്വാഭാവികമായും ബഹുമാനവും കുറയുന്നു. അവൾ ഭർത്താവിന്റെ ഉപദേശങ്ങളെ പുച്ഛിച്ചു തള്ളുകയും അന്യപുരുഷന്മാരുടെ ബുദ്ധിയെ പുകഴ്ത്തുകയും ചെയ്യും. ഈ ബഹുമാനക്കുറവ് കേവലം ദേഷ്യം കൊണ്ടല്ല, മറിച്ച് മറ്റൊരാളോടുള്ള ആരാധനയിൽ നിന്നുദ്ഭവിക്കുന്നതാണ്. തന്റെ പങ്കാളി എന്തു ചെയ്താലും അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുക എന്നത് അവളുടെ വിനോദമായി മാറും. ഭർത്താര്യം നാതിവർത്തേത ഭർതൃഭക്ത നാരീചസ. ഭർത്താവിനെ മാനിക്കാത്തവളും അയാളുടെ വാക്കുകളെ മറികടക്കുന്നവളും കുടുംബത്തിന്റെ നാശത്തിന് കാരണമാകുന്നു. 3. ലക്ഷണം, അമിതമായ വേഷവിധാനം, ഓവർ ഗ്രൂമിംഗ് ഫോർ അതേഴ്സ്. ഭർത്താവിനോടൊപ്പമുള്ളപ്പോൾ ലാളിത്യം കാണിക്കുകയും പുറത്തുപോകുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക വ്യക്തികളെ കാണുമ്പോൾ അമിതമായി അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്നത് മറ്റൊരു പുരുഷനെ ആകർഷിക്കാനുള്ള മനസ്സിന്റെ പ്രതിഫലനമാകാം. സ്ത്രീയുടെ സൗന്ദര്യം തന്റെ പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാകണം എന്നാണ് ഭാരതീയ സങ്കല്പം. എന്നാൽ വീട്ടിൽ അലസമായിരിക്കുകയും പുറത്തുപോകുമ്പോൾ മാത്രം അമിതമായ മേക്കപ്പും വസ്ത്രധാരണവും നടത്തുകയും ചെയ്യുന്നത് ആരെ കാണിക്കാനാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെലവഴിക്കുന്ന സമയം കൂടുന്നു. മറ്റൊരാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള അവളുടെ ആഗ്രഹം അവളുടെ വസ്ത്രധാരണത്തിൽ പ്രതിഫലിക്കും. ഇത് ആന്തരികമായ മാറ്റത്തിന്റെ ബാഹ്യമായ ലക്ഷണമാണ്. പങ്കാളിയോടുള്ള താൽപ്പര്യം നശിക്കുമ്പോൾ അവൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നു എന്നതിന്റെ സൂചനയാണിത്. രൂപം യൗവനം ചാപി സ്ത്രീണാം ദോഷായ ജായതേ. ദുഷ്ടചിന്തയുള്ള സ്ത്രീ തന്റെ രൂപത്തെയും യൗവനത്തെയും തെറ്റായ വഴികൾക്കായി ഉപയോഗിക്കുന്നു. 4. ലക്ഷണം, സംസാരത്തിലെ വൈരുദ്ധ്യം. അവളുടെ വാക്കുകളിൽ കൃത്യതയുണ്ടാവില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറും. ഒരു നുണ മറയ്ക്കാനായി 1000 നുണകൾ പറയേണ്ടി വരുമ്പോൾ അവളുടെ സംസാരത്തിൽ പൊരുത്തക്കേടുകൾ പ്രകടമാകും. ഇന്ന് പറഞ്ഞ കാര്യമായിരിക്കില്ല അവൾ നാളെ പറയുന്നത്.
ഈ വൈരുദ്ധ്യം അവളുടെ ഉള്ളിലെ ഭയത്തെയും വഞ്ചനയെയും സൂചിപ്പിക്കുന്നു. സംസാരത്തിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ്. അന്യപുരുഷനുമായി ബന്ധമുള്ളപ്പോൾ അവൾക്ക് തന്റെ പങ്കാളിയോട് സംസാരിക്കാൻ താൽപ്പര്യം കുറയും. സംസാരിച്ചാൽ തന്നെ അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമായിരിക്കും. അവളുടെ വാക്കുകൾക്കിടയിലെ മൗനം പോലും പല രഹസ്യങ്ങളും ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടാകും. ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. വാചാ ശൗചം ച മനസഃ സൗചമിന്ദ്രിയ നിഗ്രഹ. അതായത്, വാക്കിന്റെ ശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയുമില്ലാത്തവൾ ചതിയുടെ പാതയിലാണ്. 5ാമത്തെ ലക്ഷണം, ഗൃഹഭരണം അവഗണിക്കുക. അന്യപുരുഷന്മാരിൽ രഹസ്യ താൽപ്പര്യമുള്ള സ്ത്രീ കുടുംബത്തോടും കുട്ടികളോടുമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറുന്നു. അവളുടെ മനസ്സ് മറ്റൊരിടത്തായതിനാൽ വീടിന്റെ ഐശ്വര്യമായ സമാധാനം അവൾക്ക് അപ്രസക്തമാകും. പണ്ട് വളരെയധികം ശ്രദ്ധയോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ അവളിപ്പോൾ അവഗണിക്കുന്നു. വീടിന്റെ വൃത്തിയോ കുട്ടികളുടെ പഠനമോ ഭക്ഷണത്തിന്റെ കാര്യങ്ങളോ അവൾ ശ്രദ്ധിക്കാതാകുന്നു. ഇത് അവളുടെ ഉള്ളിൽ നടക്കുന്ന മാനസിക വ്യാപാരങ്ങളുടെ ഫലമാണ്. മനസ്സ് വീട്ടിലില്ലാത്തൊരാൾക്ക് എങ്ങനെ വീട് ഭരിക്കാൻ കഴിയും? അവളുടെ ചിന്തകൾ എപ്പോഴും മറ്റൊരാളിലായിരിക്കും. ഈ അവഗണന കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം അവളുടെ വഴിപിഴച്ച മനസ്സിന്റെ തെളിവാണ്. ചാണക്യന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഗൃഹിണീ സദൃശീ ഭാര്യ യത്ര ഗൃഹം തത്ര സുഖം. അതായത്, ഉത്തരവാദിത്തമുള്ള ഭാര്യ എവിടെയുണ്ടോ അവിടെ മാത്രമേ സുഖവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. 6ാം ലക്ഷണം, ഭക്ഷണത്തോടും ഉറക്കത്തോടുമുള്ള മാറ്റം. മനസ്സ് അശാന്തമായിരിക്കുമ്പോൾ അവളുടെ ജീവിതചര്യകളിൽ മാറ്റം വരും. ഒന്നുകിൽ അമിതമായ ഉറക്കം, അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ മറ്റാരെയോ ചിന്തിച്ചിരിക്കുക. ഭക്ഷണകാര്യത്തിലും ഈ മാറ്റം കാണാം. വിശപ്പില്ലായ്മയോ അല്ലെങ്കിൽ അസമയത്തുള്ള ഭക്ഷണരീതിയോ പ്രകടമാകും. മറ്റൊരാളുമായി സംസാരിക്കാൻ വേണ്ടി രാത്രി വൈകിയിരിക്കുന്നത് പതിവാകുന്നു. അവളുടെ ഉറക്കം കുറയുന്നത് മാനസികമായ പിരിമുറുക്കം കൊണ്ടോ അല്ലെങ്കിൽ രഹസ്യ സംഭാഷണങ്ങൾ കൊണ്ടോ ആകാം. ഈ ശാരീരിക മാറ്റങ്ങൾ അവളുടെ ആന്തരിക സംഘർഷങ്ങളുടെ ഫലമാണ്. പ്രകൃതിവിരുദ്ധമായ ഈ മാറ്റങ്ങൾ നിസ്സാരമായി കാണരുത്. അത്യാഹാരഃ പ്രയാസശ്ച പ്രജൽപോ നിയമാഗ്രഹ. അതായത്, അമിതമായ ആഹാരവും ഉറക്കവും അനാവശ്യമായ സംസാരവും സ്ത്രീയുടെ പതനത്തിന് കാരണമാകുന്നു. 7ാം ലക്ഷണം, അകാരണമായ കലഹം. അന്യപുരുഷന്മാരിൽ രഹസ്യ താൽപ്പര്യമുള്ള സ്ത്രീകൾ ചെറിയ കാര്യങ്ങൾക്കുപോലും വലിയ തർക്കങ്ങളുണ്ടാക്കുന്നു. ഭർത്താവിനോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കുന്നതിലൂടെ തന്റെ തെറ്റായ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ അവൾ ശ്രമിക്കുന്നു. ഓരോ വഴക്കും അവൾക്ക് പങ്കാളിയിൽ നിന്നകലാനുള്ള ഒരവസരമാണ്. തനിക്ക് പുറത്ത് മറ്റൊരു ബന്ധമുണ്ടെന്നത് മറച്ചുവെക്കാൻ ഭർത്താവ് മോശക്കാരനാണെന്ന് അവൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. സ്നേഹം വറ്റിയ ഹൃദയത്തിൽ നിന്ന് ദേഷ്യം മാത്രമേ പുറത്തുവരൂ. സമാധാനമായി ഇരിക്കേണ്ട സമയങ്ങളിൽ പോലും അവൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി പ്രശ്നങ്ങളുണ്ടാക്കും. ഈ കലഹങ്ങൾ വഴി അവൾ തന്റെ പങ്കാളിയെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ അവൾക്ക് അന്യപുരുഷന്റെ അടുത്തേക്ക് പോകാനുള്ള മാനസികമായ ന്യായീകരണം ലഭിക്കുന്നു. കലഹകാരിണീ ഭാര്യ നരകതുല്യം ജീവനം. അതായത്, എപ്പോഴും കലഹിക്കുന്ന ഭാര്യയുള്ള വീട് നരകത്തിന് തുല്യമാണ്. 8ാം ലക്ഷണം, അന്യപുരുഷന്മാരെ പുകഴ്ത്തുക. മറ്റുള്ളവരുടെ കഴിവുകളെയും സാമ്പത്തിക നിലയെയും സ്വന്തം പങ്കാളിയുമായി താരതമ്യം ചെയ്യുന്നത് അവളുടെ ഉള്ളിലെ അതൃപ്തിയുടെ ലക്ഷണമാണ്. ഇത് മറ്റൊരാളോടുള്ള ആകർഷണത്തിന്റെ തുടക്കമാകാം. അദ്ദേഹത്തെ കണ്ടുപിടിക്കൂ, അദ്ദേഹം എത്ര നല്ലവനാണ് എന്നിങ്ങനെയുള്ള പുകഴ്ത്തലുകൾ പതിവാകുന്നു. സ്വന്തം പങ്കാളിയെ പുച്ഛിക്കുകയും അന്യപുരുഷനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നതുവഴി അവൾ തന്റെ താൽപ്പര്യം വെളിപ്പെടുത്തുകയാണ്. അവൾ അന്യപുരുഷന്റെ സാമീപ്യം കൊതിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. തന്റെ പങ്കാളി ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പോലും അവൾ അംഗീകരിക്കില്ല. പകരം മറ്റുള്ളവരുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും വലുതായി കാണിക്കും. ഈ താരതമ്യം ഒരു ബന്ധത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: പരപുരുഷരഥാ നാരി നിന്ദ്യാ ഭവതി സർവദാ. അന്യപുരുഷനിൽ താൽപ്പര്യമുള്ള സ്ത്രീ സർവത്ര നിന്ദിക്കപ്പെടുന്നു. അവസാന ലക്ഷണം, കണ്ണുകളിലെ മാറ്റം. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവരുടെ ഉള്ളിലിരിപ്പറിയാമെന്ന്. നേരിട്ട് നോക്കാൻ മടിക്കുകയോ അല്ലെങ്കിൽ അന്യപുരുഷന്മാരെ കാണുമ്പോൾ പ്രത്യേകമായ തിളക്കം കണ്ണുകളിൽ പ്രകടമാകുകയോ ചെയ്യുന്നത് സ്വഭാവദൂഷ്യത്തിന്റെ ലക്ഷണമാണ്. കണ്ണുകൾ മനസ്സിന്റെ കണ്ണാടിയാണ്. കള്ളം പറയുന്നവൾക്ക് പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയില്ല. അവൾ നോട്ടം മാറ്റുകയോ താഴേക്ക് നോക്കുകയോ ചെയ്യും. എന്നാൽ ഇഷ്ടമുള്ള പുരുഷനെ കാണുമ്പോൾ അവളുടെ നോട്ടത്തിൽ മാറ്റം വരും. ആ നോട്ടം വാചാലമായിരിക്കും.
ഈ മാറ്റം തിരിച്ചറിയാൻ അസാധാരണമായ നിരീക്ഷണ പാടവം ആവശ്യമാണ്. ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പഠിപ്പിച്ചിരുന്നു. ദൃഷ്ടിഭൂതം ന്യസേത് പാദം, വസ്ത്രഭൂതം ജലം പിബേത്. കണ്ണ് ശുദ്ധമായിരിക്കണം, നോട്ടം നന്നാകണം. വസ്ത്രം കൊണ്ട് അരിച്ച ജലം കുടിക്കണം. നോട്ടത്തിലെ അശുദ്ധി മനസ്സിന്റെ അശുദ്ധിയാണ്. ഭാരതീയ പുരാണങ്ങളിൽ പലയിടത്തും വിവേകമില്ലാത്ത പ്രവൃത്തികൾ മൂലം കുടുംബങ്ങൾ തകർന്നത് നാം കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ആകർഷണം വലിയൊരു സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ചാണക്യൻ മൗര്യ സാമ്രാജ്യത്തെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്ന പല കുടുംബകോടതി കേസുകൾക്കും പിന്നിൽ ചാണക്യൻ പറഞ്ഞ ഈ പൊരുത്തക്കേടുകൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ തന്റെ കുടുംബത്തേക്കാൾ പുറത്തുള്ള സൗഹൃദങ്ങൾക്ക് മുൻഗണന നൽകി തുടങ്ങുമ്പോൾ ആ വീടിന്റെ ഐശ്വര്യം പടിയിറങ്ങുന്നു. ഇത് വെറും കഥയല്ല, മറിച്ച് പല ജീവിതങ്ങളുടെയും നേർചിത്രമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ നിരീക്ഷണങ്ങൾ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടാനല്ല, മറിച്ച് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കാനാണ്. ഒരു ഉത്തമ സ്ത്രീ വീടിന്റെ ഐശ്വര്യമാണ്. അവൾക്ക് ലഭിക്കുന്ന ബഹുമാനം മറ്റൊന്നിനും പകരം വയ്ക്കാനില്ല. എന്നാൽ ധർമ്മം മറന്നു പ്രവർത്തിക്കുന്നവൾ ആ കുലത്തിന്റെ നാശവുമാണ്. നിങ്ങൾ ഒരാളെ വിശ്വസിക്കുന്നതിനു മുൻപ് അവരുടെ പ്രവൃത്തിയെ നിരീക്ഷിക്കുക. വികാരത്തേക്കാൾ വിവേകത്തിന് പ്രാധാന്യം നൽകുക. ഒരു വ്യക്തിയുടെ സ്വഭാവം തിരിച്ചറിയാൻ കാലതാമസമെടുത്തേക്കാം, എന്നാൽ ചാണക്യൻ നൽകുന്ന ഈ സൂചനകൾ നമ്മെ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കും. ജീവിതം സുന്ദരമാകണമെങ്കിൽ ബന്ധങ്ങളിൽ സുതാര്യത വേണം. വഞ്ചനയുടെ കറുത്ത നിഴലുകൾ വീഴാത്ത കുടുംബങ്ങൾ മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ. ചാണക്യനീതിയുടെ ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ. ആത്മധർമ്മം പരിത്യജ്യ പരധർമ്മം സമാശ്രയേത് സ നാശം അധിഗച്ഛതി യഥാ രാജ അധാർമികഃ. തന്റെ ധർമ്മം വെടിഞ്ഞ് അധർമ്മത്തിന്റെ വഴിയിൽ പോകുന്നവൻ ഒരു അധാർമികനായ രാജാവിനെപ്പോലെ നശിച്ചുപോകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം കൂടുതൽ വിജ്ഞാനപരമായ അറിവുകൾക്കായി ചാണക്യ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നന്ദി.